ഹായ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. നമ്മുടെ വീട്ടുമുറ്റത്ത് തഴച്ചു വളരുന്നു എന്ന കാരണത്താൽ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ആരും കുറച്ച് കാണല്ലേ. ഓറഞ്ചിനേക്കാളും ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ ക്യാരറ്റിനേക്കാൾ വൈറ്റമിൻ എയും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മുരിങ്ങയിലയിലുണ്ട്. കൊളസ്ട്രോൾ നോർമൽ ലെവലിൽ നിലനിർത്തുവാനായിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും മുരിങ്ങയില ശീലമാക്കുക. മുരിങ്ങയില പല രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. എന്നാലും ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, മുരിങ്ങയില സാധാരണ പച്ചക്കറികൾ കഴിക്കുന്ന അതേപോലെ ധാരാളം കഴിക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് സൂപ്പായോ അല്ലെങ്കിൽ കറി വെച്ചോ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാം, കരിക്കിൻ വെള്ളമായിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. മുരിങ്ങയിലയിലുള്ള പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഹൃദയത്തെ സംരക്ഷിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ്. ചർമ്മരോഗങ്ങളുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ ഒരു സംരക്ഷണ മാർഗമായിട്ട് മുരിങ്ങയിലയെ കാണാവുന്നതാണ്. പ്രായമായവർക്ക് സ്വാഭാവികമായിട്ടും കാണുന്നൊരു പ്രശ്നമാണ് സ്കിൻ ഡ്രൈ ആകുക, എന്നിട്ട് ചൊറിച്ചിലുണ്ടാകുക. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി ഈ പ്രശ്നം പരിഹരിക്കാം. അതുപോലെ തന്നെ വിശപ്പില്ലാത്തവർക്ക് വിശപ്പുണ്ടാകുവാനും മുരിങ്ങയില തോരൻ വെച്ച് കൊടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ ഈ രീതിയിൽ മുരിങ്ങയില കറി വെച്ച് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. മുരിങ്ങയില തോരനൊക്കെ വെക്കുമ്പോൾ 3-4 കാടമുട്ട കൂടി മുതിർന്നവർക്ക് ആയിട്ടുണ്ടാക്കുമ്പോൾ ചേർത്ത് തോരനുണ്ടാക്കിയാൽ ഗുണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതായി. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് മുരിങ്ങയില കഴിച്ചാൽ വളരെ പെട്ടെന്ന് അത് നിയന്ത്രണത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. മുരിങ്ങയിലയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതിന് സഹായിക്കുന്നത്. വൈറ്റമിൻ സി മുരിങ്ങയില കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നു. കൂടെ ഇൻഫെക്ഷൻസ് ഉള്ള വ്യക്തികൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സ്കിന്നുമായിട്ട് റിലേറ്റഡായി പ്രായമായവരിലും അതുപോലെ ചെറുപ്പക്കാരിലുമുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി ഇത്തരം പ്രശ്നങ്ങൾ അകറ്റാൻ കഴിയും. പ്രത്യേകമായിട്ട് പറയാനാണെങ്കിൽ മുഖക്കുരു സ്ഥിരമായിട്ട് വരുന്ന വ്യക്തികൾ മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസം തീർച്ചയായും കാണും. അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ വീഴുന്നതിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാനും മുരിങ്ങയില ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. മുരിങ്ങയിലയും മുരിങ്ങക്കായും എല്ലാം തന്നെ പ്രഗ്നൻസി ടൈമിലും അതിന് മുന്നേ തന്നെയും കഴിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞു പിറക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കുഞ്ഞിൻ്റെ എല്ലിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഗർഭവതി മുരിങ്ങയിലയും മുരിങ്ങക്കായും കഴിക്കണമെന്നാണ് പറയുന്നത്. ഗർഭകാലത്ത് മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങക്ക ഗർഭകാലത്ത് കഴിച്ചാൽ പ്രസവം വളരെ എളുപ്പത്തിൽ നടക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഗർഭകാലത്തുണ്ടാകുന്ന മോർണിംഗ് സിക്നസ് അകറ്റാനും മുരിങ്ങയില കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മുരിങ്ങക്കായ കഴിക്കുന്നതിലൂടെ സാധിക്കും. മുരിങ്ങയില കഴിക്കാനായിട്ട് മടുപ്പാണെങ്കിൽ മുരിങ്ങക്കായ കഴിച്ചാൽ മതി. വയറുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്ക് മുരിങ്ങയില നീര് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് അല്പം തേനും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം കഴിക്കുന്നത് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ഗർഭിണികളുടെ കേസിലാണെങ്കിലും അല്ലാതെ സാധാരണക്കാരുടെ കേസിലാണെങ്കിലും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന കാര്യത്തിൽ മുരിങ്ങക്കായും മുരിങ്ങയിലയും ഒക്കെ മുന്നിലാണ്. ഗർഭകാലത്ത് മുരിങ്ങയില കഴിക്കുന്നത് ഗ്ലാഡ് ബാഡറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. മുരിങ്ങയില ശീലമാക്കിയാൽ കാഴ്ച തകരാറുണ്ടാകുന്നതിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ സാധിക്കും. അത് ഡയബറ്റിക്സ് ഉള്ള വ്യക്തികളിൽ വളരെ പെട്ടെന്ന് തന്നെ തിമിരം ഫോം ചെയ്യാറുണ്ട്. ഇപ്പോൾ 1 മാസത്തിന് മുമ്പ് ഐ ടെസ്റ്റ് ചെയ്താലും പിന്നെ അത് കഴിഞ്ഞത്തെ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ തിമിരം പെട്ടെന്ന് തന്നെ കടുക്കുന്ന അവസ്ഥയും കാണാറുണ്ട്. ഇതിനൊക്കെ കാരണം ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് തിമിരമുണ്ടാകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് തടയുവാനായിട്ട് മുരിങ്ങയില പതിവായിട്ട് കഴിക്കുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർ മുരിങ്ങയില കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങുക. ഡയബറ്റിക്സ് ഉള്ളവർക്ക് മറ്റു പല ആന്തരികാവയവങ്ങൾക്കും പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ തടയുവാനായിട്ട് മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങക്കായൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണകരമാണ്. ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നത് സാധാരണയായിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. ഇതിന് നമ്മൾ ഗുളികകളാണ് കഴിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മുരിങ്ങയില കഴിച്ചാൽ ഈ പ്രശ്നം വളരെ പെട്ടെന്ന് നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.
മുരിങ്ങയില നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വഴി രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തി ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. മുരിങ്ങയിലയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പോലും തടയുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. മുരിങ്ങയില വിദേശത്തുള്ളവർക്ക് ലഭ്യമല്ലല്ലോ, അതിനൊരു പരിഹാരം എന്താണ്? നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മുരിങ്ങയില നമുക്ക് ഉണക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലോ അല്ലെങ്കിൽ കവറിലോ പാക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. പോഷകാംശങ്ങളിൽ യാതൊരു കുറവും നമ്മൾ ഉണക്കിയത് കൊണ്ട് ഉണ്ടാകുന്നില്ല. അത് പൊടിച്ചു വച്ചിരുന്നാൽ നമുക്ക് കുട്ടികൾക്ക് ആണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കറികൾ ചേർത്ത് ഉപയോഗിക്കാം. ഈ മുരിങ്ങയില ഉണക്കിയതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ മുരിങ്ങയില ഉണക്കിയതും അല്ലെങ്കിൽ പൊടിച്ചതും ഒക്കെ നമുക്ക് വൻ വിലയ്ക്ക് നമുക്ക് ലഭ്യമാണ്. നമ്മുടെ നാട്ടിൽ വീട്ടുമുറ്റത്തുള്ള സാധനമാണ് മുരിങ്ങയില. അപ്പോൾ ഇനിയെങ്കിലും അത് പാഴാക്കി കളയാതിരിക്കുക. വേണമെങ്കിൽ ഒരു ബിസിനസ്സായും മുരിങ്ങ കൃഷിക്കാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മുരിങ്ങയില നന്നായി ഉണക്കി കഴുകി എടുത്ത് വേണം ഉണക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം വാർത്തി കളഞ്ഞ ശേഷം വൃത്തിയുള്ളൊരു തുണിയിൽ നിരത്തി നമുക്ക് ഉണക്കിയെടുക്കാം. നല്ല ഉണക്കായി എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു ഇലയെടുത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് അമർത്തിയാൽ പൊടിയുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ മനസ്സിലായില്ലേ? മുരിങ്ങയിലയും മുരിങ്ങക്കായും പോലെ തന്നെ ആരോഗ്യ ഗുണങ്ങളിൽ മികച്ചതാണ് മുരിങ്ങപ്പൂവ്. മുരിങ്ങപ്പൂവിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. കാര്യം വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുരിങ്ങപ്പൂവ്. അതുകൊണ്ട് മുട്ടയും അല്പം പീരയൊക്കെ ചേർത്ത് രുചികരമായ തോരൻ ഇതുകൊണ്ട് നമുക്കുണ്ടാക്കാം. 4 or 5 പൂവാണെങ്കിൽ പോലും അത് കളയാതിരിക്കുക. അത്രയേറെ പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപിലാണിത്. പിന്നെ ഒരു കാര്യം, മുരിങ്ങയില നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ വൃക്ക രോഗികൾ അല്ലെങ്കിൽ കിഡ്നി രോഗികൾ, കിഡ്നിക്ക് സ്റ്റോൺ ഉള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഇത് പതിവായിട്ട് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. ഏത് ഇലക്കറികളാണെങ്കിലും ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ നമുക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.